ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നിപ്പോൾ സ്കൂളൊക്കെ പോയി വന്ന മക്കളായിരിക്കും. നിങ്ങൾക്കൊക്കെ മുന്നേ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. എനിവേ നമ്മൾ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ 8, 9, 10 ക്ലാസ്സുകളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ചാനലിലൂടെ നമ്മൾ ക്ലാസ്സുകൾ കൊടുത്താരംഭിക്കുകയാണ്. സോ ഈ ഒരു വർഷം മുഴുവനായും നിങ്ങളുടെ കൂടെ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സുകളും റിവൈസ് ചെയ്തിട്ടും അതുപോലെ തന്നെ PYQs ചെയ്തിട്ടും ഫുൾ സപ്പോർട്ടായിട്ട് നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മാത്സ് അല്ലാതെ മറ്റേതെങ്കിലും സബ്ജക്റ്റുകളിലെ ക്ലാസ്സുകൾ വേണം എന്ന് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ക്ലാസ് ഏതാണെന്ന് പറയാം. അതിനനുസരിച്ച് നമുക്ക് 1-to-1 ക്ലാസ്സും അതുപോലെ തന്നെ ബാച്ച് ക്ലാസ്സും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലും അല്ലാതെയും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ നമുക്ക് നമ്മളുടെ ചാപ്റ്റർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ റിയൽ നമ്പേഴ്സിനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ അറിയുന്നവരായിരിക്കും. റിയൽ നമ്പേഴ്സ് എന്താണെന്ന് നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയുന്ന ഒരു സംഭവമാണ് എന്ത്, നാച്ചുറൽ നമ്പർ കേട്ടിട്ടുണ്ട്, ഹോൾ നമ്പർ കേട്ടിട്ടുണ്ട്, ഇൻറ്റിജർ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ഒരു നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഒരു നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നാച്ചുറൽ നമ്പേഴ്സ് അത് കൗണ്ടിങ് നമ്പേഴ്സ് എന്നാണ് പറയാം അല്ലേ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കൗണ്ടിങ് നമ്പേഴ്സാണ്. 1, 2, 3, 4, 5 എക്സെട്ര. ഇതൊക്കെയാണ് നമ്മളുടെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഹോൾ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹോൾ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, 1, 2, 3 ഇത് ഇൻക്ലൂഡിങ് 0. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? എന്താണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്? നോക്കൂ, എന്താണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്? ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അതെ, ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഹോൾ നമ്പേഴ്സിനെയാണ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിനെയാണ് ഇൻക്ലൂഡിങ് 0 എന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇതുവരെ ഏകദേശം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഇതിന് മുകളിലോട്ട് പോകുമ്പോഴോ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുക. അല്ലെങ്കിൽ റാഷണൽ നമ്പർ. ഓക്കെ, എന്താ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P/Q ഫോർമാറ്റിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഇതിനാണ് P/Q ഫോർമാറ്റിൽ നമുക്ക് അതിനെ എഴുതാൻ പറ്റണം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്നാണ്. വെർ Q നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇതെന്തെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ബിഫോർ സ്റ്റാർട്ടിങ് ദ ക്ലാസ് നിങ്ങളുടെ അതിൽ ഉറപ്പായിട്ടും ഒരു നോട്ട്ബുക്കും ഒരു നോട്ട് പാഡ് നിങ്ങൾ കരുതുക. എന്തിനാണ് നോട്ട് പാഡ്? നോട്ട് പാഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ്, തിയറംസ് ഒക്കെ നിങ്ങൾ അതിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇത് നിങ്ങളുടെ എക്സാം ഹാളിലോട്ട് പോകുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും 10th കുട്ടികൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രാക്ടീസ് ചെയ്യൽ. ക്വസ്റ്റ്യൻസുകൾ നിരന്തരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ തന്നെ നമ്മൾക്ക് എക്സാം നല്ല മാർക്ക് കിട്ടുകയുള്ളൂ. സോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ശ്രദ്ധിക്കാം. ഓക്കെ ആണോ? യെസ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്, ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് അല്ലേ. നമ്മൾ നാച്ചുറൽ നമ്പർ എന്താണെന്ന് പറഞ്ഞു, ഹോൾ നമ്പർ എന്താണെന്ന് പറഞ്ഞു, റാഷണൽ നമ്പർ എന്താണെന്ന് പറഞ്ഞു, ഇൻറ്റിജർ എന്താ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറാഷണൽ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, all the numbers cannot be written in the format of P/Q form is called irrational number. For examples are given √5, √3, √5 plus √3, pi. ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിൾസ് ആണ്? ഇറാഷണൽ നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾ ആണ്. ഞാൻ പറയട്ടെ, എന്താണ് ഒരു റാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ P/Q ഫോമിൽ എഴുതുന്നതിനെയാണല്ലോ നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു, എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എന്താണ്? എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എന്താണ്? ഹോൾ നമ്പേഴ്സ് ആണല്ലോ, ഡൗട്ടില്ലല്ലോ. എല്ലാ ഹോൾ നമ്പേഴ്സ് എന്താണ്? ഇൻറ്റിജർ ആണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എല്ലാ ഇൻറ്റിജേഴ്സും റാഷണൽ നമ്പർ ആണോ? യെസ്, എല്ലാ ഇൻറ്റിജേഴ്സും റാഷണൽ നമ്പറാണ്. എങ്ങനെയാണ് എല്ലാ ഇൻറ്റിജേഴ്സും റാഷണൽ നമ്പർ ആവുന്നത്? എല്ലാ ഇൻറ്റിജേഴ്സും എങ്ങനെ റാഷണൽ നമ്പറാണ്? അതാണ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ 3 എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് റാഷണൽ നമ്പറാണ് പറയാൻ പറ്റുക? അത് എന്താണ് റാഷണൽ നമ്പർ ആവാനുള്ള കണ്ടീഷൻ? എന്തുള്ളൂ? P/Q ഫോമിൽ എഴുതാൻ പറ്റണം. Q നോട്ട് ഈക്വൽ ടു 0 ആവണം. ഇതുള്ളൂ നമ്മുടെ റാഷണൽ നമ്പർ ആവാതിരിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഡിനോമിനേറ്ററിൽ 1 ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 3 എന്ന് പറയുന്ന
നാച്ചുറൽ നമ്പറിലോട്ട് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന ആൻസർ എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. സോ 3/1 എന്നുള്ള P/Q ഫോം നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കിതെന്ത് പറയാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റും ഇതൊരു റാഷണൽ നമ്പറാണ്. 3 എന്ന് പറയുന്ന റാഷണൽ നമ്പർ ആക്കിയിട്ട് നമുക്ക് പറ്റും. ഫോർ എക്സാമ്പിൾ 100 നമുക്ക് പറയാൻ പറ്റും അല്ലേ? 100 നമുക്ക് 100/1 ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ 100 തന്നെയാണ് വരുന്നത്. സോ നമുക്കത് ക്ലിയർ ആയോ? മനസ്സിലായി. ഇനി നമ്മൾ പറഞ്ഞത് ഫാക്ടർ ട്രീനെ കുറിച്ചിട്ടാണ്. എന്താണ് ഒരു ഫാക്ടർ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ഫാക്ടർ ട്രീ എന്ന് പറഞ്ഞാൽ എ ചെയിൻ ഓഫ് എ ഫാക്ടേഴ്സ് വിച്ച് റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് എ ട്രീ. ഒരു ട്രീയുടെ ഫോർമാറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു ഫാക്ടർ ട്രീ എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ, 24 കൊടുത്തിട്ടുണ്ട് അല്ലേ? 24 നമുക്ക് എങ്ങനെ ഫാക്ടേഴ്സ് ആക്കാം? 24 ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഏതാണ്? 2ഉം 12ഉം നമുക്ക് എടുക്കാൻ പറ്റും, കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ 2 × 12 എന്ന് പറഞ്ഞാൽ 24 ആണ്. സോ അതിൻ്റെ ഒരു ഫാക്ടറായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? 2, 12 പറയാൻ പറ്റും. അടുത്ത 2ന് ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ല. സോ അടുത്ത നമ്പർ 12 ആണ്. 12ന് ഫാക്ടേഴ്സ് ഉണ്ടോ? ഉണ്ട്. ഏതാണ്? 2 × 6 ആണ് എന്താണ്? ഒരു ഫാക്ടർ ആണല്ലോ. സോ നമുക്ക് അത് അവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് വരുന്ന അടുത്തത് എന്താണ്? 2 × 6. 2ന് ഇല്ല നമ്മളോട് പറഞ്ഞു. അപ്പോൾ 6ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2ഉം 3ഉം ആണ് 6ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് ഓക്കെ ആണല്ലോ? ക്ലിയർ ആണ്. അത് കഴിഞ്ഞാൽ വരുന്നതാണ് 2ഉം 3ഉം. സോ ഇതിൻ്റെ ഫാക്ടേഴ്സ് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 2, 3. എത്ര 2കൾ നോക്കൂ? 1, 2, 2, 3. 3 3കളും ഒരു 3 ആണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ? ദെൻ അടുത്തൊരു കേസ് നമുക്ക് നോക്കാം. 42. നിങ്ങൾ 42ൻ്റെ എന്ത് ചെയ്യുക? ഒന്ന് സ്വമേധ ഒന്ന് ചെയ്ത് നോക്കാം. 42ൻ്റെ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതുപോലെ തന്നെ 4095ൻ്റെ ഫാക്ടേഴ്സും ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് നോക്കാം. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് ഒരു ഫാക്ടർ ട്രീ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക്കിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക്? ഓക്കെ, ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് പഠിക്കുന്ന മുമ്പ് വേറെ 2 കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. എന്താണ് ഒരു കോമ്പോസിറ്റ് നമ്പറും അതുപോലെ തന്നെ എന്താണ് ഒരു പ്രൈം നമ്പർ എന്ന് പറയുന്നത്? എന്താണ് ഒരു പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനാകെ എക്സിസ്റ്റ് ചെയ്യുന്ന എന്തായിരിക്കും? ഒരൊറ്റ, അതായത് ആ നമ്പറും അത് 1 മാത്രമായിരിക്കും. വേറെ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല അതിന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 11 എടുക്കുകയാണ്. 11 ഏതെങ്കിലും മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് 11 കിട്ടുമോ? ആ കിട്ടുന്ന ഏതുള്ളൂ? 1ഉം 11ഉം ചെയ്താൽ മാത്രമേ 11 കിട്ടത്തുള്ളൂ. വേറെ ഒരു നമ്പറിനും നമുക്ക് എന്തില്ല? ആ 11ൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്കില്ല. സോ 11 എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈം നമ്പറാണ്. ഇനി നമുക്ക് 15 എന്ന് എടുത്ത് നോക്കാം. 15 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണോ? അല്ലേ? അല്ല, അത് കോമ്പോസിറ്റ് നമ്പറാണ്. എന്തുകൊണ്ട് കോമ്പോസിറ്റ് നമ്പർ ആവുന്നത്? അതിനുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1, 15 പ്ലസ് പിന്നെ എന്തൊക്കെയുണ്ട്? 3ഉം 5ഉം ഉണ്ട്. സോ എന്തുണ്ട്? 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ പ്രൈം നമ്പർ എന്താ, കോമ്പോസിറ്റ് നമ്പർ എന്താ? ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. ഇനി നമ്മളുടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക് ആണ്. എന്താണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക്? നോക്കൂ, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക് പറയുന്നത് എന്താ നോക്കും? ദ ഫണ്ടമെൻ്റൽ ഓഫ് അരിത്തമാറ്റിക് സ്റ്റേറ്റ് ദാറ്റ് എവരി കോമ്പോസിറ്റ് നമ്പർ, ഏതൊരു കോമ്പോസിറ്റ് നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാലും, ഓക്കെ, ഏതൊരു കോമ്പോസിറ്റ് നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം. അതിൻ്റെ പ്രൈം, അതിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ പറ്റും? അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് പ്രൈം നമ്പേഴ്സായിട്ട് എഴുതാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഓക്കെ ആണോ? അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് പ്രൈം നമ്പേഴ്സുകൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏതൊരു നമ്പർ എടുത്ത് നോക്കൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ 20 എടുക്കുകയാണ്. 20 എടുക്കണം വിചാരിച്ചോ. 20 എന്ന കോമ്പോസിറ്റ് നമ്പർ ആണല്ലോ. കാരണം എന്താ? 4 × 5 ആണ്. നമുക്കറിയാം എന്താണ്? 20 ആണ്. അതുപോലെ തന്നെ 2 × 10 ആണ് 20 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത്. നമുക്ക് ആദ്യം 2 × 10 എഴുതാം. വീണ്ടും നമുക്ക് 10 ചെറുതാക്കാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി 2 പറഞ്ഞാൽ എന്തായി? ഒരു പ്രൈം നമ്പറായേ. ഇനി 10 നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2, 5 എന്ന് കിട്ടും. ഇത് നോക്കൂ. ഇനി ഇതൊക്കെ പ്രൈമായിലിപ്പോൾ ഇതൊക്കെ പ്രൈമായി അല്ലേ? ചെയ്ത് നോക്കൂ. 2 × 2 × 5 എന്താ കിട്ടുക? 20 കിട്ടും. സോ ഇതുപോലെ ഏതൊരു കോമ്പോസിറ്റ് നമ്പർ എടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് അവിടെ കിട്ടുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടുന്ന ഫാക്ടേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഇതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ, ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നത്. ചെക്ക് വെദർ 18n ക്യാൻ ബി എക്സ്പ്രസ്ഡ് എവർ എൻഡ് വിത്ത് ഡിജിറ്റ് ഓഫ് 0 ഫോർ എനി നാച്ചുറൽ നമ്പർ n.
അതായത് നമ്മൾ 18n എന്ന് പറയുന്ന ഇതില്ലേ, നമ്മളിതിൻ്റെ ശ്രേണികൾ നമ്മൾ എടുത്ത് നോക്കണം, ഇതിൻ്റെ സീക്വൻസ് നമ്മൾ എടുത്ത് നോക്കണം വിചാരിച്ചോ. ഇതിൻ്റെ സീക്വൻസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് വരുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് വരുന്ന നമ്പർ ഉണ്ട്. ഈ നമ്പറുകൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ എവിടെയെങ്കിലും 0 വരുമോ ഇല്ല എന്ന് ചോദിക്കുന്നത്. അതിപ്പോൾ 18 സ്ക്വയർ ചെയ്യുമ്പോൾ 18⁻³ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തു പോയി 18⁻100 വരെ ചെയ്താലും നമുക്കതിൻ്റെ എവിടെയെങ്കിലും ഒരു 0 വരുമോ എന്ന് ചോദിക്കുന്നത്. അതെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം? നമുക്ക് ഉള്ളൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെ എന്താ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. എന്താണ് പ്രൈം ഫാക്ടറൈസ് ചെയ്യുക? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക് അപ്ലൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യാം? ഇപ്പോൾ 18⁻² നോക്കാം. നമുക്ക് 2 ഏത് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുക? 9 നമുക്ക് വീണ്ടും തരാൻ പറ്റും 3. ഇത്രയുള്ളല്ലോ. നമ്മൾ പ്രൈമിൻ്റെ മാറ്റി എഴുതി. ഇവിടെ 0 വരണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, അവിടെ 0 വരണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 2ഉം 5ഉം അതിലുണ്ടായിരിക്കണം. അതിൻ്റെ ഫാക്ടേഴ്സിൽ ഏതൊക്കെ ഉണ്ടായിരിക്കണം? 2ഉം 5ഉം ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ 0 യൂണിറ്റിൽ വരുള്ളൂ. ഇവിടെ നോക്കും, 2 ഉണ്ടല്ലോ, 5 ഉണ്ടോ? ഇല്ല. സോ 5 ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതെന്തല്ല, ഇതിന് യൂണിറ്റിൽ എന്ത് വരില്ല? 0 വരില്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ നമ്പേഴ്സിനാണ് യൂണിറ്റ് ഡിജിറ്റിൽ 0 വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒറ്റ കണ്ടുപിടിക്കുക. ഞാൻ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം. 5 കാണിച്ചു തരാം, അല്ലെങ്കിൽ 10 കാണിച്ചു തരാം. 10 മൾട്ടിപ്പിൾ നോക്കൂ നിങ്ങൾ, 2 × 5. ഇത് രണ്ടും പ്രൈമാണ്, പ്ലസ് നമ്മൾ പറഞ്ഞ കണ്ടീഷനോടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള നമ്പേഴ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്താം. ഓക്കെ. വേറെ ഏതിലേക്കാണ് നമുക്ക് 0 വരുന്നത് നോക്കാം. ഓക്കെ. ഇവിടെ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതെന്താണ് പറഞ്ഞാൽ നോക്കൂ, 12 ആണ്. 12 നമുക്ക് എന്ത് ചെയ്യാം? കണ്ടെത്താം. 12 പറയണത് എന്താണ്? 12⁻n പറയണത് നമുക്ക് 12 നമുക്ക് ഇങ്ങനെ പറ്റും 2 × 6. അടുത്തത് 2 × 3. ഇതിലെന്തില്ല? 5 ഇല്ല. ഓക്കെ ആണോ? 5 ഇല്ല. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ 7 × 6 × 5 × 4 × 3 × 2 × 1 + 5 ആൻഡ് 3 × 5 × 13 × 46 + 23 ഈസ് എ കോമ്പോസിറ്റ്. ഒരു കോമ്പോസിറ്റ് ആവുന്നത് എങ്ങനെ എന്നാണ് നമ്മൾ ചോദിച്ചത്. അല്ലേ? എക്സ്പ്ലെയിൻ വൈ ഈ നമ്പർ ഒരു കോമ്പോസിറ്റ് ആവുന്നത്. എന്താണ് കോമ്പോസിറ്റ് ആവുന്ന കണ്ടീഷൻ? എന്തുള്ളൂ? ഫാക്ടേഴ്സ് ഉണ്ടായാൽ മതി, അല്ലെ? 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്കിത് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് വരുന്നത് എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിത് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ഭാഗം അല്ലേ, 7 × 6 × 5 × 4 × 3 × 1 2 × 1 ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5040 അല്ലേ, 5040 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ എന്തുകൊണ്ട് ഒരു +5 ഉണ്ട്. അപ്പോൾ ഇതൊക്കെ +5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5045 ആവും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ 5045 ഒരു കോമ്പോസിറ്റ് ആവുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ മൾട്ടിപ്പിൾസ് എന്തുണ്ട്? 5 ഉണ്ട്. സോ 5045 × 1ഉം ദെൻ അഡീഷണൽ ഒരു 5 കൂടെ എന്തായാലും ഉറപ്പായിട്ട് അവിടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 5 ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്തായി? ഒരു കോമ്പോസിറ്റായി. അതുപോലെ നിങ്ങൾ എന്താ ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയേ ഉള്ളൂ എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. സോ ഇപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മൾ അരിത്തമാറ്റിക് ഫണ്ടമെന്റൽ തിയറമാണ്. അതെന്താ നമ്മൾ നോക്കുക, എന്താണ് എല്ലാ കോമ്പോസിറ്റ് നമ്പേഴ്സിനും എന്തുണ്ടായിരിക്കും? ഒരു പ്രൈം നമ്പർ അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈം നമ്പർ ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഫാക്ടർ ട്രീനെ കുറിച്ച് പഠിച്ചു, റാഷണൽ നമ്പർ ഇറാഷണൽ നമ്പറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.